നടിയെ ആക്രമിച്ച കേസിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ പൾസർ സുനി നൽകിയ ഹർജി വിചാരണ കോടതി ഇന്ന് പരിഗണിക്കാൻ പോവുകയാണ്. സുനിയെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. റിമാൻഡിലായിരിക്കെ കാക്കനാട് ജില്ലാ ജയിലിൽ ഫോൺ ഉപയോഗിച്ച കേസിൽ സുനി നൽകിയ ജാമ്യാപേക്ഷയും കോടതിക്ക് മുന്നിലേക്ക് എത്തുന്നുണ്ട്. കോട്ടയത്ത് കവർച്ച നടത്തിയ കേസിലടക്കം ജാമ്യ നടപടികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ സുനിക്ക് പുറത്തിറങ്ങാൻ ആവുകയുള്ളൂ. റിയ ബേബി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റിയ, ആദ്യം ജാമ്യ വ്യവസ്ഥകളാണ് നമുക്കറിയേണ്ടത്. ഈ ജാമ്യ വ്യവസ്ഥകൾ സംബന്ധിച്ച് വിചാരണ കോടതിയുടെ ഒരു തീരുമാനം അതെപ്പോൾ അറിയാൻ കഴിയും? ഈ കർശന ജാമ്യ വ്യവസ്ഥകൾ നടപ്പിലാക്കണമെന്ന് തന്നെയായിരിക്കും ഈ കേസിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെടാൻ പോവുക. കാരണം പൾസർ സുനി പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ ഇത് കേസിനെ ഏത് തരത്തിൽ ബാധിക്കും തുടങ്ങിയ കാര്യങ്ങളടക്കം പ്രോസിക്യൂഷൻ ഒരിക്കൽ കൂടി കോടതിയിൽ ആവർത്തിച്ച് പറയും. അതുകൊണ്ട് തന്നെ കർശന ജാമ്യ വ്യവസ്ഥകൾ നടപ്പിലാക്കണം എന്ന നിലപാടിൽ പ്രോസിക്യൂഷൻ ഉറച്ചു നിൽക്കുകയും ചെയ്യും. പിന്നെ മറ്റൊന്നുള്ളത്, ഇത് ഏതൊക്കെയായിരിക്കും അതിൽ മാധ്യമങ്ങളോടൊരു പക്ഷേ സംസാരിക്കാൻ പാടില്ല, പുറത്തേക്ക് പോകാൻ കഴിയില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടാനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ കേസിൽ എന്തൊക്കെ ജാമ്യ വ്യവസ്ഥകളാകും പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുക, കോടതി ഏതൊക്കെ ജാമ്യ വ്യവസ്ഥകളാകും നടപ്പിലാക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ അല്പസമയത്തിനകം തന്നെ തീരുമാനം വരും. ജയിലിൽ നിന്ന് പുറത്തിറക്കിയപ്പോൾ പൾസർ സുനി മാധ്യമങ്ങൾ ചോദിച്ചെങ്കിലും ഒരു കാര്യത്തിനും മറുപടി പറഞ്ഞില്ല. അത് കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. ജാമ്യ വ്യവസ്ഥകളടക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നത് കണക്കിലെടുത്തുകൊണ്ടായിരിക്കാം യാതൊരു തരത്തിലുള്ള പ്രതികരണവും നടത്താതെയാണ് പൾസർ സുനി പോയത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ വിചാരണ കോടതി ഏത് തരത്തിലുള്ള ജാമ്യ വ്യവസ്ഥകൾ പൾസർ സുനിയുടെ കാര്യത്തിൽ നടപ്പിലാക്കുമെന്നറിയാം. ഒപ്പം തന്നെ മറ്റു ചില കേസുകൾ കൂടിയുണ്ട്. ആ കേസുകളിൽ എന്തായിരിക്കും കോടതി ഒരു തീരുമാനമെടുക്കുക എന്നതുകൂടി വിചാരണ കോടതിയിൽ നിന്ന് അല്പസമയത്തിനകം അറിയാൻ കഴിയും. ഒന്നാം പ്രതിയായ പൾസർ സുനി 7 വർഷത്തിന് ശേഷമാണ് കോടതിയിൽ നിന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പോകുന്നത്. റിയ, ഇപ്പം നമ്മൾ ജാമ്യ വ്യവസ്ഥകൾ അതിനെപ്പറ്റി സംസാരിച്ചു. ഇനി 2 കേസുകളിൽ കൂടി ജാമ്യം ലഭിക്കേണ്ടതുണ്ട്. ഒന്ന് ഈ കോട്ടയത്തെ ഈ കവർച്ച കേസ്, അതോടൊപ്പം തന്നെ മറ്റേ ഈ ജില്ലാ ജയിലിൽ ഫോൺ ഉപയോഗിച്ച് ആ ജാമ്യ അതൊക്കെ എപ്പോഴായിരിക്കും കോടതിയുടെ മുന്നിലേക്ക് എത്തുക? ഈ മറ്റു കേസുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടി ഇന്ന് തന്നെ കോടതി പരിഗണിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. മറ്റു ചില കേസുകൾ കൂടി പൾസർ സുനിക്കെതിരെയുണ്ട്. അതും കോടതി പരിഗണിച്ച ശേഷമാകും ഈ കേസിലെ ജാമ്യം നൽകുക എന്നതാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. അതൊരു പക്ഷേ കോടതിക്ക് തീരുമാനമെടുക്കാവുന്നതാണ്. ആ കേസുകളിൽ ജാമ്യം ലഭിക്കാവുന്ന കേസുകൾ കൂടിയാണ് മറ്റു കേസുകൾ. ഫോൺ ഉപയോഗിച്ചതടക്കമുള്ള ചില കേസുകളുണ്ട്. അതുകൂടി കോടതിയുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് നടിയെ ആക്രമിച്ച കേസിൽ ജാമ്യ വ്യവസ്ഥകളിൽ കോടതി എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് തന്നെയാണ്. മറ്റു കേസുകളിൽ ജാമ്യം ലഭിക്കാവുന്നതായതുകൊണ്ട് തന്നെ അതുകൂടി കോടതി പരിഗണിച്ച് ആ കേസുകൾ കൂടി ജാമ്യം ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരം സ്വഭാവമുള്ള കേസുകളാണ്. അത് പ്രോസിക്യൂഷൻ കടുത്ത എതിർപ്പ് അറിയിക്കുമെങ്കിൽ കൂടി അതിൽ ജാമ്യം ലഭിക്കാവുന്ന ഒരു സാഹചര്യമാണ് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി റിയ.